പാട്ട് ഞാനിപ്പോൾ പാടാൻ കാരണം എന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈശോയുടെ അടുത്ത് ഈശോനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. രാത്രികൾ കരഞ്ഞു തുടങ്ങി. ഈ പാട്ടെന്ന് വെച്ചാൽ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്നാണ്. ശരിക്കും വചനം വീണ്ടും പറയുന്നില്ലേ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. ശരിക്കും നമുക്ക് വേണ്ടത് അതാണ്. തമ്പുരാൻ്റെ പദ്ധതി എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ നടക്കേണ്ടത്. അങ്ങനെ ഞാൻ ആ രാത്രിയിൽ ഇരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിപ്രഷനിലേക്ക് കടന്നു പോവുകയാണ്. എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ശരിക്കും ആ ഒരു സ്വരം ഞാൻ കേട്ടു, ആൻസ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. തമ്പുരാൻ പറഞ്ഞു, ആൻസ നീ ഇതൊന്നുമല്ല വേണ്ടേ, ഇതിലൊന്നുമല്ല. നോക്കിയാൻ നിന്നെ ഞാൻ നമ്മളെല്ലാവരും തമ്പുരാൻ തിരഞ്ഞെടുത്താൽ നോക്കിയാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ദൈവത്തിൻ്റെ ഒരു വിളിയായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസം ഈ കണക്കിൽ നിരത്തിയിട്ടൊന്നും തമ്പുരാൻ വീണില്ല. ആ ഓഫറിലൊന്നും ആ കാര്യത്തിലൊന്നും തമ്പുരാൻ വീണില്ല. രണ്ടാമത്തെ ഞാൻ എന്താ പറയുക, എൻ്റെ ഫെയ്ത്തൊക്കെ പോയി. കാരണം ഞാൻ വിചാരിച്ചു നമ്മൾ പ്രാർത്ഥിക്കുന്നു, സ്വിച്ചിട്ട പോലെ സൗഖ്യം കിട്ടണം, ഇതായിരിക്കണം എൻ്റെ. ഞാനങ്ങനെ എനിക്ക് വെയിറ്റ് ചെയ്യണ പരിപാടിയൊന്നും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു സ്വിച്ചിട്ട പോലെ സംഭവം നടക്കണമെന്നായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ദൈവമൊന്നും ഇല്ല. സീരിയസ്ലി സാധാരണ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒത്തിരി യൂത്തും ഒത്തിരി ടീംസൊക്കെ ഞാൻ ഒത്തിരി കേട്ടോ, ചേട്ടാ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാറില്ല ചേട്ടാ എങ്ങനെ. അപ്പം ഞാൻ എൻ്റെ ഈ സ്റ്റോറി പറയും, എൻ്റെ ഈ കാര്യം പറയും. നോക്കിയാൽ പിറ്റേ ദിവസം ഞാൻ എന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റു, ഭയങ്കര ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. പക്ഷേ പഴയതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയായി. എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ സ്വെല്ലിംഗ് ആയി. ഇങ്ങനൊരു എനിക്ക് നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേനും അറിയാം ഇവിടെ ഇങ്ങനെ ഒരു നീര് പോലെ ഇങ്ങനെ. അന്ന് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സിറ്റുവേഷൻ വേഴ്സ്റ്റാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ അന്ന് അപ്പം പുറത്തായിരുന്നു. അപ്പൻ ഫോൺ വിളിച്ചിട്ട് അപ്പൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ലോകത്ത് എവിടെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായാലും, എൻ്റെ വീട് വിറ്റിട്ടാണെങ്കിലും എൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സങ്കടമാണ്. അതായത് ഞാൻ ആകെ ഭയങ്കര മിണ്ടണില്ല, ഒന്നുമില്ല. അപ്പം അപ്പം പറഞ്ഞൊരു സംഭവം ശരിക്കും അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞതും അത്രയും സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ തേർഡ് ഡേ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാതിരിക്കണം. ഞാൻ അവിടെ ഈശോയുടെ ഒരു ചെറിയ രൂപമുണ്ട്. ഈ പ്രാർത്ഥിക്കാതിരിക്കുന്ന വീണ്ടും കാരണമുണ്ട്. വീണ്ടും എൻ്റെ ഉള്ളിൽ ഈ സെയിം തോന്നലുണ്ടായി, അൻസാ നീയായിട്ടില്ല, നീ പറഞ്ഞിട്ടില്ല. അങ്ങനെ തേർഡ് ഡേ ഞാൻ അവിടെ ഈശോയുടെ രൂപമുണ്ട്, തിരുഹൃദയത്തിൻ്റെ. ആ രൂപം ഞാൻ റൂമിൽ വെച്ച് രാത്രിയിൽ ഒരു മെഴുതിരി കത്തിച്ച് ഞാൻ അതിന് മുന്നിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ തോറ്റു. എൻ്റെ പ്രാർത്ഥന സിമ്പിളായിരുന്നു. ഞാൻ ഭയങ്കര വലിയ പ്രാർത്ഥനയൊന്നും നടത്തില്ല. ഞാൻ മുട്ടയെ കുത്തിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ തോറ്റു, ഞാനൊന്നുമില്ല, ബിഗ് സീറോ ആണ്. പിന്നെയാണ് ഞാൻ ഈ പാട്ടിൻ്റെ വരിയിൽ ഞാൻ ഈശോയോട് പറഞ്ഞ, നിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ. അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമ്പുരാൻ്റെ ഹിതം ഇവിടെ ആയിരുന്നില്ല. അതായത് ഇവിടെ നിർത്താനായിരുന്നില്ല, ഓരോ സ്ഥലത്തുനിന്ന് മാറ്റി എനിക്ക് തോന്നുന്നു അനേകം രാജ്യങ്ങളിലേക്ക് തമ്പുരാൻ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം ഈശോ തന്നത്, ഈ അനുഭവത്തിലൂടെ ഈശോ കടത്തിക്കൊണ്ട് പോയതേ, ഈ ഇത്രയും വലിയൊരു സാക്ഷ്യം ഈശോയ്ക്ക് നൽകാൻ വേണ്ടിയാണെന്നുള്ളതേ, അതൊരു ഈശോ സംഭവം തന്നെയല്ലേ. സത്യം. കാരണം അതിനുശേഷമാണ് ഞാൻ ആ കുരിശിൻ്റെ മാറിൽ എന്ന് പറഞ്ഞ ഞാൻ ഫസ്റ്റ് പാടിയ പാട്ട്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചു ശരിക്കും ഞാൻ കുറഞ്ഞു. ശരിക്കും യോഹന്നാന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ശരിക്കും അതാ നടക്കണ്ടേ. ഞാൻ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്തു. ഞാൻ ദൈവത്തിൻ്റെ തിരുമുറിവിനാൽ, ശരിക്കും വചനം വീണ്ടും പറയുന്നില്ലേ, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി, നമ്മൾ സൗഖ്യപ്പെട്ടു എന്ന് പറയണേ. പിന്നെ ഞാൻ എന്തിനു പേടിക്കണേ? ഞാൻ ഇറങ്ങി, പ്രോഗ്രാമിന് ഇറങ്ങി. എനിക്ക് തോന്നുന്നു എനിക്ക് അനേകം വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് സൗണ്ട് എങ്ങനെയാണ് വരണേന്ന് ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്ത് പോയിട്ടില്ല. എൻ്റെ അടുത്ത് 1 മാസം കഴിയുമ്പോൾ ഒരു റിവ്യൂവിന് വരണം എന്ന് പറഞ്ഞു. ഞാൻ റിവ്യൂവിന് പോയില്ല. ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഇതിൻ്റെ അപ്പുറത്ത് ദൈവം സ്റ്റിൽ ജീവിക്കുന്നുണ്ട്. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ ലൈഫിൽ മുഴുവൻ തീരുമാനമെടുത്തു, എനിക്ക് തമ്പുരാൻ്റെ ഒരു പരിപാടി വന്ന, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ വന്നു കഴിഞ്ഞാൽ, മ്യൂസിക് മിനിസ്ട്രിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ ഒരു ശുശ്രൂഷ വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി എന്ന് പറയാനും പറ്റില്ല, അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഒന്നിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഈശോയ്ക്ക് വേണ്ടിയുള്ള, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വലിയ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. തീർച്ചയായിട്ടും ഇനി ഒരുപാട് ഗാനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി പാടാനും, ഈ ഒരു തൊണ്ട അല്ലെങ്കിൽ ഈശോയുടെ ഈ ഒരു സ്വരം ഉപയോഗിച്ച് ഈശോനെ ഒത്തിരി മഹത്വപ്പെടുത്താൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദി ചേട്ടാ. താങ്ക് യു.